ഹായ് എല്ലാവർക്കും ഫുഡി ബേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബേയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അറേബ്യൻ ചിക്കൻ മന്തി. അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ അറേബ്യൻ കൺട്രീസൊക്കെ ഒരുപാട് അവർ നമ്മൾ ബിരിയാണിയും നമ്മുടെ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കി ഡെയിലി കഴിക്കുന്നതിന് കൂട്ട് അവർ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഈ മന്തി. അതെങ്ങനെയാണെന്ന് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ മന്തിയുടെ സ്പൈസസ് നമുക്ക് ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ ചൂടിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. അതിനായിട്ട് നമുക്ക് ആദ്യമേ കുരുമുളക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കുരുമുളകാണിത്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഇല ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ബിരിയാണി ഇല ഇട്ടതിന് ശേഷം നമുക്ക് ജാതിപത്രി, ജാതിയുടെ തൊക്ക്, 3 ജാതിത്തൊക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത്, 3 എണ്ണം മതി. ജാതിത്തൊക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പട്ടയാണ്, ഒരു 4 പീസ് പട്ട ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പട്ട 4 എണ്ണം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഗ്രാമ്പുവാണ്, ഒരു 10 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൊത്തമല്ലി ഇട്ട് കൊടുക്കാം. കൊത്തമല്ലി 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക, അല്ല ഇതെല്ലാം കരിഞ്ഞു പോവും, അത് ശ്രദ്ധിച്ചോണം. കൊത്തമല്ലി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കണം. അതിന് ഇച്ചിരി മൂപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം നമ്മൾ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്. ശേഷം നമുക്കിനി കാടമ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഏലയ്ക്ക 3 എണ്ണം ഇട്ട് കൊടുക്കാം. അപ്പം 3 എണ്ണേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏലയ്ക്ക അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് 5 എണ്ണം വരെ ചേർക്കാം. അപ്പോൾ നമ്മളിത് നല്ലോണം നമ്മുടെ ഈ സ്പൈസസൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വെറുതെ കരിക്കട്ട ആയിപ്പോത്തേ ഉള്ളൂ. ഇത് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം പൊടിച്ചുകൊണ്ട് വരാം. നല്ലൊരു വാസനയായിരിക്കും ഇത് പൊടിച്ചുകൊണ്ട് വരുമ്പം. ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ മന്തി ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. അപ്പം നല്ല മണമാണ്. ഇത്രയും സ്പൈസസ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി നമ്മളത് അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് ഈ മസാലയ്ക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പൈസസ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനിയിപ്പം നമ്മുടെ മന്തി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ തവ വെച്ചിട്ടുണ്ട്. തവയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഫസ്റ്റ് വെളിച്ചെണ്ണ, അതിനപ്പുറം നെയ്യ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യമേ 2 ബിരിയാണി ഇല, ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 2 ജാതിപത്രിയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബേ ലീവ്സും നമ്മുടെ ജാതിപത്രിയൊക്കെ ഇട്ട് ഇതേ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള 4 എണ്ണം എടുത്ത് അരിഞ്ഞതാണ്, നീളത്തി അരിഞ്ഞതാണ്. സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ സവാള ഇട്ടിട്ട് വഴറ്റുകയാണ്. സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റണം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 15 എണ്ണം എടുത്തിട്ട് കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം എന്താ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കൂടെ തന്നെ നമ്മുടെ പച്ചമുളകാണ്, ഒരു 2 പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കാണ്, അതിട്ട് കൊടുക്കാം നമുക്ക്. പച്ചമുളകിനൊക്കെ ഇപ്പോൾ ഭയങ്കര എരിയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചെടുക്കണം പച്ചമുളക്. അപ്പോൾ നമ്മുടെ സവാള നമ്മൾ അടിപൊളിയായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്പൈസസ്, അതായത് നമ്മുടെ മസാല കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല 2 ടേബിൾ സ്പൂണാണ് ആദ്യമേ ഇടേണ്ടത്. ബാക്കി മൊത്തത്തിൽ തട്ടിക്കളയരുത്, ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ആദ്യമേ 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാല ഇട്ടിട്ട് നല്ലോണം നമ്മൾ ഇളക്കി. നമ്മുടെ സവാള അടിപൊളിയായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പം ഇതും കൂടി ആകുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തത്തിൽ ഒരു അടിപൊളി മണമാണ്. അപ്പോൾ നമ്മുടെ മസാല കൂട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറയ്ക്കണം. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, അത് രണ്ടും കൂടി അരച്ചതാണ്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ബാക്കി വെച്ചേക്കണം, ഇനിയും ആവശ്യമുണ്ട്. മൊത്തത്തിൽ എടുത്ത് കമത്തരുത്. എന്നിട്ട് നല്ലോണമൊക്കെ നമുക്ക്
ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കി. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് അരി എന്ന് പറയുന്നത് 500 ഗ്രാം ആണ്. അതിന് ആനുപാതികമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിക്കാൻ പോവുകയാണ്. അതായത് 1 ലിറ്റർ, 500 ഗ്രാമിന് 1 ലിറ്റർ വെള്ളം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ അരപ്പും നമ്മുടെ ഈ വെള്ളമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മസാലയും വെള്ളവും കൂടി നമ്മൾ ദേ അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടി എന്ന് പറയുമ്പം സാധാരണഗതിയിൽ നമ്മൾ ചേർക്കുന്നതിൻ്റെ അത്രയല്ല, ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കണം. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കണം, മിക്സ് ചെയ്യണം. ഇനി കൂടെ തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് നമ്മൾ. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണിത്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നല്ലോണം മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കുതിച്ച് വരട്ടെ, അതായത് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതേ മന്തി ഉണ്ടാക്കാൻ എടുത്തേക്കുന്ന ലെഗ് പീസുകളാണ്. ഇതിപ്പം ലെഗ് പീസ് ഞാൻ 1 kg ആണ് ഈ ലെഗ് പീസ് മാത്രം എടുത്തേക്കുന്നത്. ഇത് ഫ്രോസൺ ആയിരുന്നു. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ച് വലിയ പീസാണെങ്കിലും കുഴപ്പമില്ല ലെഗ് പീസ്. ഇതിപ്പം നമ്മുടെ ഡ്രം സ്റ്റിക്ക് പരുവാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ദേ അടിപൊളിയായിട്ട് കുത്തി മറിഞ്ഞ് വരികയാണ്. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ പീസാണ്. ചിക്കൻ പീസ് ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ പീസാണ് എടുത്തേക്കുന്നത്, ലെഗ് പീസാണ് എടുത്തേക്കുന്നത്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പടാന്നിട്ട് കൈയും കാലും ഒന്നും പൊള്ളിക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 ലെഗ് പീസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഫ്രഷ് ലെഗ് പീസ് കിട്ടുവാണെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ ലെഗ് പീസൊക്കെ ഇട്ട് ഇവന്മാരെയൊക്കെ ഒന്ന് മുക്കിക്കൊന്ന് ഇനിയിപ്പം ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് വേണം ഇത് വേവിക്കാൻ. അടച്ചു വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പം 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ലോ ഫ്ലെയിം ആക്കണം. നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് ആവിയൊക്കെ കയറി ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കൻ ഒരുപാട് വേവുണ്ട്, നമുക്കൊരു 80% വെന്താൽ മതി. ഈ ചിക്കൻ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഈ ചിക്കൻ എടുത്ത് മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ മാറ്റാം. അതിന് ശേഷമേ അരി ഇടത്തുള്ളേ. അത് നമ്മൾ പ്ലക്കർ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ എല്ലാ പീസും ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാനിനകത്തോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കൻ മൊത്തം പുറത്തെടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചിക്കൻ ഈ ഇതിനകത്തിട്ട് വേവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഒരു 80% നമുക്ക് വേവിച്ചെടുക്കണം. മാത്രമല്ല ഈ ചാറിന് നമ്മുടെ ചിക്കൻ്റെ ആ ഫ്ലേവറും കൂടി കിട്ടും. വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 80% വെന്തത് കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഒരുപാട് ടൈം ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഓവൻ വേണം. അതിനേക്കാട്ടിലും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിനകത്തിട്ട് വേവിക്കുന്നതാണ്. ഇനിയിപ്പം നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഞാനിപ്പം 1/2 കിലോ റൈസാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്, അത് മറക്കരുത്. അപ്പോൾ റൈസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് നമ്മൾ 1/2 മണിക്കൂർ കഴുകി കുതിർത്തെടുത്തതാണ്. 1/2 മണിക്കൂർ കമ്പൽസറി ആയിട്ടും കുതിർത്താലേ ഇത് നമുക്ക് കറക്റ്റായിട്ട് വെന്ത് വരത്തുള്ളൂ. അപ്പോൾ അരി മൊത്തം നമ്മളിത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മളിത് റൈസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് കുതിച്ച് വരുന്നിടം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളച്ച് കുതിച്ച് വരണം. ഇതിൻ്റെ പരുവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ച് ദം ചെയ്യേണ്ട പരുവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിയും ഈ വാട്ടർ ലെവലും കൂടി ഒരു നിരപ്പിന് വരും. അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ലോ ആക്കി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസും വാട്ടർ ലെവലും ഒരേ ഉണക്കം വന്നേക്കാണ്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ചെറുതാക്കിയിട്ട്
ചെറിയ അടുപ്പിലോട്ട് വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ കാരണം ചെറിയ അടപ്പേ വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാലും വലിയ അടപ്പിനകത്ത് നല്ല ചൂട് വരും. അതിനും ബെറ്റർ നമ്മൾ ചെറിയ അടുപ്പിനകത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ചെറിയ അടുപ്പിലോട്ട് മാറ്റി ഫ്ലെയിം ചെയ്തെടുക്കാം. ആൾറെഡി ഞാൻ കത്തിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇത് നമുക്ക് അടച്ച് വെച്ചേക്കാം. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് മതി. ഇത് ചെറിയ ഫ്ലെയിമിൽ വെന്താൽ മതി. 10 മിനിറ്റ് കൊണ്ട് ഇത് ദമ്മായി കിട്ടും. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കന് വേണ്ടുന്ന മസാലക്കൂട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമേ നമ്മൾ അരച്ച് വെച്ച് ആദ്യമേ അരച്ച ആ സ്പൈസസ് എല്ലാം കൂടി പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരുപാട് എടുക്കരുത്, 2 ടേബിൾ സ്പൂൺ എടുക്കുക. ശേഷം മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണാണ്, ഒരുപാട് എടുക്കരുത്, 1/2 ടീസ്പൂൺ. ഇഞ്ചി പൂണ്ട് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട. ശേഷം 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കണ്ടൻ്റ് എല്ലാം നല്ലോണം മിക്സ് ആവണം. ഈ ചിക്കൻ ലെഗ്സിൽ നമുക്ക് പുരട്ടാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഈ അരപ്പിനകത്ത് പുരട്ടി നമുക്കെടുക്കാം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. നല്ല രീതിയിൽ കവർ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. നമ്മുടെ ഈ അരപ്പ് ഇതിനകത്ത് പറ്റണം, അതേ ഉള്ളൂ. എന്നിട്ട് ഓരോന്ന് ഇതിനകത്തോട്ട് മാറ്റി വെക്കാം. നമ്മൾ ഒരുപാട് അരപ്പൊന്നും ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണ്ട. നമ്മുടെ ഈ ചിക്കൻ ആൾറെഡി വെന്തതാണ്. ഇതിനകത്ത് ഇനി ഇപ്പം ഫ്രൈ ചെയ്യുമ്പം ഈ അരപ്പും കൂടി അങ്ങ് പിടിച്ചോളും. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഓരോന്നിങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ അരപ്പൊക്കെ തേച്ച് നല്ലോണം നമ്മുടെ ചിക്കൻ ലെഗ്സ് എടുത്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ റൈസ് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം, ഇളക്കി നോക്കണം. ഇല്ല, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. റൈസൊക്കെ ഭയങ്കര നീളത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ശേഷം അടച്ചു വെക്കണം, മറക്കരുത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുക. ഓരോ സൈഡും വേവിച്ചെടുക്കണം. ആൾറെഡി നല്ലോണമൊക്കെ ഇത് വെന്തതാണ്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് സൈഡുകളൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ആ ഗോൾഡ് കളറ് പോവരുത്, ഒരുപാട് എന്നാൽ കരിയും ചെയ്യരുത്. ചിക്കൻ ലെഗ് അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തേക്കാം. ഒരുപാടിട്ട് ഫ്രൈ ചെയ്ത് കരിക്കണ്ട. എൻ്റെ ഒരു ഇച്ചിരി കരിഞ്ഞു പോയി. നിങ്ങൾ എടുക്കുമ്പം ഒരുപാട് കരിയാതെ എടുക്കണം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത സെറ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ മൊത്തം വറുത്തെടുത്തിട്ടുണ്ട്. 2 സെറ്റായിട്ടാണ് വറുത്തെടുത്തത്. കുറേശ്ശെ വറുത്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ദം ചെയ്ത് വെച്ചേക്കുന്ന, അതായത് അടച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈ റൈസിനകത്തോട്ട് ഇവനെ ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് നല്ല മണമാണ് ആ സ്പൈസസിൻ്റെ. ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണവും ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിരുന്നാൽ മതി. അറേബ്യൻസിൻ്റെ ഇഷ്ട ഭക്ഷണമാണ്. അവർ ഫുൾ ചിക്കൻ ചെയ്യും, ഇതേപോലെ ലെഗ് പീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ചിക്കൻ പീസൊക്കെ ഇട്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി ഒരു ഇച്ചിരി പരിപാടിയും കൂടി ഉള്ളൂ. വേറൊന്നുമല്ല, നമുക്ക് ഇച്ചിരി നെയ്യ് എടുത്തിട്ട് നമ്മുടെ കശുവണ്ടി മുന്തിരിങ്ങയും കൂടി വറുത്ത് ആ നെയ്യോടൊപ്പം തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കുക. കുറച്ച് നെയ്യ് മതി, 1 ടേബിൾ സ്പൂണോളം നെയ്യ് എടുക്കാം. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നല്ലോണം കുരി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കശുവണ്ടിയാണിത്. കശുവണ്ടി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ കശുവണ്ടി ഇതേ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുന്തിരിങ്ങ, ഒരു 20 മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ മന്തിക്കകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. ആ നെയ്യോടുകൂടിയേ ഒഴിക്കാവൂ. അപ്പോൾ നമ്മുടെ കശുവണ്ടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. 1 മിനിറ്റ് സമയത്തേക്ക് അടച്ചു വെച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോഴത്തേക്ക് ഈ നെയ്യും കൂടി ഇറങ്ങും. ഈ നമ്മുടെ കശുവണ്ടിയും മുന്തിരിങ്ങയും ഇട്ടില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കമ്പൽസറി ആയിട്ട് ഒഴിച്ചിരിക്കണം. കശുവണ്ടിയും മുന്തിരിങ്ങയും ഓപ്ഷണലാണ് ആക്ച്വലി, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. നെയ്യ് കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്കിത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്ര പെട്ടെന്ന് നമുക്ക് അറേബ്യൻ മന്തി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അറേബ്യൻ ചിക്കൻ മന്തി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല വാസനയാണ് ഈ സ്പൈസസിൻ്റെ. റൈസൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ചിക്കൻ്റെ ഫ്ലേവറും കൂടി അടിപൊളിയാണ്. നമുക്കൊരു ലെഗ് പീസും കൂടി കഴിച്ചു നോക്കാം. നല്ല പൂ പോണക്കും വെന്ത് വന്നിട്ടുണ്ട്. ഈ റൈസും ഈ ലെഗ് പീസും കൂടി കഴിക്കുക അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അറേബ്യൻസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ മന്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. മന്തിയുടെ കാര്യം മറക്കരുത്, അടിപൊളിയാണ്. ലെഗ് പീസ് ഇച്ചിരി വലിയത് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.